പി ശശി ഒരു ആരോപണം എഴുതി കൊടുത്തു. MLA ഇങ്ങ് വാ, ഈ ആരോപണം നാളെ നിയമസഭയിൽ നിങ്ങൾ ഉന്നയിക്കണം. അയ്യോ, അത് എന്താ ശശി ഏട്ടാ, നിങ്ങൾ തന്നെ ഉന്നയിക്കാം. അപ്പം കിടിലൻ ആരോപണമാണ്. അല്ല, ഇതൊക്കെ നേരാണോ? ഇതൊക്കെ ഞാൻ വെരിഫൈ ചെയ്തില്ല. പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞത് എന്താ, 150 കോടി രൂപ ഏതോ മീൻ വണ്ടിയിലോ മറ്റോ ബാംഗ്ലൂരിൽ നിന്ന് വടക്കം പറവൂർ കൊണ്ടുവന്നു BD സതീശൻ. എന്നിട്ട് വേറൊരു വണ്ടിയിൽ കയറ്റി തിരിച്ച് ബാംഗ്ലൂർ കൊണ്ടുപോയിട്ട് അവിടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ഇത് കേട്ടപ്പോഴാണ് BD സതീശൻ ചോദിച്ചു, ഞാൻ കരയണോ ചിരിക്കണം? 150 കോടി രൂപ അവിടെ നിന്ന് കൊണ്ടുവരിക, തിരിച്ച് അവിടെ തന്നെ കൊണ്ടുപോയിട്ട് എന്നാൽ പിന്നെ അവിടെ ബാങ്കിൽ ഇട്ടാൽ പോരെ, സാമാന്യ ബുദ്ധി. അപ്പോൾ അത് ഉന്നയിച്ചു. ഇത് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തൊരു കാര്യം പി ശശി എഴുതി കൊടുത്തു. അത് ഞാൻ ശശിയെ വിശ്വസിച്ച് നിയമസഭയിൽ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ സ്റ്റേച്ചർ എന്താണെന്ന് ആലോചിച്ചു. ആള് നല്ല മനുഷ്യനായിരിക്കാം, ശുദ്ധനായിരിക്കാം, അതുകൊണ്ട് കബളിപ്പിക്കപ്പെട്ടതായിരിക്കാം, എന്തുമായിക്കോട്ടെ. പക്ഷേ ഇത്തരം കബളിപ്പിക്കലിലൊക്കെ പെടുക എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ്. ഇതിലൊന്നും ആരും ഒരു MLA അല്ലേന്നേ. അത് ഞാൻ വായിച്ചു നോക്കിയിട്ട് പ്രഥമ ദൃഷ്ടി അതിൽ കുഴപ്പമുണ്ടല്ലോ ചേട്ടാ, അത് എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ, വേറെ ആർക്കെങ്കിലും കൊടുക്കുക എന്നല്ലേ പറയേണ്ട കാര്യമുള്ളൂ. ഒന്നാമത് PV അൻവർ CPM അല്ല, CPM സ്വതന്ത്രമായിട്ട് മത്സരിച്ച ആളാണ്. അതുകൊണ്ട് CPM പറഞ്ഞ് പി ശശി പറഞ്ഞ് അക്ഷരം പ്രതിപാലിക്കണം, അല്ലെങ്കിൽ തട്ടിക്കളയും, അങ്ങനൊരു സ്ഥിതിയൊന്നും അവർക്കില്ല. പിന്നെ അങ്ങനെ എന്തിനത് ചെയ്തു? എന്നിട്ട് ഇന്ന് പട്ടാൻ കടിക്കുന്നു BD സതീശനോട്. BD സതീശനോട് ഞാൻ ചെയ്തത് മഹാപരാധമായി പോയി. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും വന്ന മനോവേദനയിൽ എനിക്ക് അതീവ ദുഃഖമുണ്ട്. അതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അവിടെ വെച്ച് തീർക്കും ഞാൻ വിചാരിച്ചു. ഒരു സ്റ്റെപ്പ് ഹെഡ്